പാലാ രൂപതയിലെ ചക്കാമ്പുഴയിലുള്ള പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ഫാത്തിമഗിരി കുരിശുമല. പാലാ ഏഴാശ്ശേരി ഇടവക പള്ളിയുടെ കീഴിലാണ് ഫാത്തിമഗിരി കുരിശുമല. 1949 ഈ മലമുകളിൽ മാതാവിന്റെ നാമത്തിൽ കുരിശുപള്ളി സ്ഥാപിതമാകുന്നത്. പിന്നാലെ ധാരാളം ആളുകൾ കുരിശിന്റെ വഴി ചൊല്ലി മല കയറാൻ തുടങ്ങിയതോടെ കുരിശുമലയും രൂപപ്പെടാൻ തുടങ്ങി. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം കുരിശിന്റെ വഴിയിലെ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നത് വെറുമൊരു കുരിശു മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുരിശിന്റെ വഴിയിലെ സ്ഥലങ്ങൾ വിശദമായി അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള രൂപങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ലൂക്കോസ് കൊട്ടുകാപ്പള്ളി, പാലാ രൂപതയിലെ ഏഴാശ്ശേരി ഇടവകപ്പള്ളി വികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. ഈ ഇടവകപ്പള്ളിയുടെ ഏഴാശ്ശേരി പള്ളിയുടെ ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ഫാത്തിമഗിരി കുരിശുമല. ഏഴാശ്ശേരി ഇടവകപ്പള്ളിയുടെ കീഴിൽ വരുന്ന ഒരു കുരിശുമലയാണ്. 1949 അവിടെ പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ നാമത്തിലുള്ള ഒരു ചെറിയ കുരിശുപള്ളി സ്ഥാപിതമായി. അതോട് ചേർന്നാണ് പിന്നീട് ആ കുരിശ് മല വളർന്നു വരുന്നത്. അവിടെ ഒരു ഫാത്തിമ മാതാവിന്റെ നാമത്തിലുള്ള ഒരു കപ്പേളയും അവിടെ തന്നെ ഒരിക്കലും പറ്റാത്ത ഒരു ഉറവയോടുകൂടിയ ഒരു കപ്പേളയാണത് അങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന് മനോഹരമായ മലയെ മുകളിലാണ് ഈ കുരിശുപള്ളി. അതിന്റെ മുകളിലായിട്ട് കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയ മനോഹരമായ കുരിശിന്റെ വഴിയും സ്ഥാപിതമായിട്ടുണ്ട്. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ ഫാത്തിമ മാതാവിനോടുള്ള ഭക്തി ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് അവരുടെ പ്രത്യേകതയാണ്. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരുപോലെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളരുന്നതിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും ഒക്കെ ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ ഫാത്തിമഗിരി ഏഴാശ്ശേരി കുരിശുമല പള്ളി. കുരിശുമലയിലായി കപ്പേളയും അവിടെ ഒരിക്കലും പറ്റാത്ത നീരുറവയും ഉണ്ട്. അവിടുത്തെ മാതാവിന്റെ അത്ഭുത ഉറവ ഒരിക്കലും പറ്റാത്തൊരു ഉറവയാണ്. ഏത് വേനൽക്കാലത്ത് പോലും, കടുത്ത വേനലിൽ പോലും അവിടെ വെള്ളം ലഭിക്കുന്ന രീതിയിൽ കൂടെയുള്ള ഒരു ഉറവ അവിടെയുണ്ട്. ആ ഉറവയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടുത്തെ കപ്പേള നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളത് ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങൾ അധികം കാണുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ ഉറവയോടുകൂടി ഉള്ളൊരു പള്ളി അതേ രീതിയിൽ കൂടെ അത് ക്രമീകരിച്ചിരിക്കുകയും ഒരുപാട് പേർക്ക് അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന കുരിശുമല, അതിന് ഒരുപാട് മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ഇടവക്കാരായിട്ടുള്ളവരും മറ്റ് അന്യമതസ്ഥരായിട്ടുള്ളവരും അതുപോലെ തന്നെ ഈ നാട്ടിൽ വസിക്കുന്ന മറ്റുള്ളവരും എല്ലാവരും കൂടെയുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് ഇപ്പോൾ അത് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ട് നവീകരിച്ചുകൊണ്ടിരിക്കുന്ന കുരിശുമല. ഒരുപാട് മനുഷ്യര് നാടിന്റെ നാനാഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വാഴ്ത്തപ്പെട്ട കുഞ്ചച്ചന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന രാമപുരത്ത് നിന്ന് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു കുരിശുമലയാണ് ഫാത്തിമഗിരി കുരിശുമല. ഈ ഏഴാശ്ശേരി ഫാത്തിമഗിരി കുരിശുമല ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ്. അതോടൊപ്പം തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ്. അവിടെ എത്തുന്നവർക്ക് ആത്മീയമായ ഉണർവ് ലഭിക്കുന്നതോടൊപ്പം തന്നെ വളരെ മനോഹരമായ ദൃശ്യവിരുന്നും കണ്ണുകൾക്കും അതുപോലെ തന്നെ ഹൃദയത്തിനും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന വളരെ മനോഹരമായ ദൃശ്യവിരുന്നും കൂടെ ഒരുക്കുന്ന ഒരു മനോഹരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയും കൂടിയാണ് ഈ ഫാത്തിമഗിരി ഏഴാശ്ശേരി കുരിശുമല. ധാരാളം ആളുകൾ, നൂറുകണക്കിന് ആളുകൾ അവിടെ വന്നു പോകുന്നുണ്ട്. ഒരുപാട് പേര് അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
ഫാത്തിമ മാതാ കുരിശടി 1949 തുടങ്ങി. ഞാൻ 50 മാർച്ച് 1 തുടങ്ങി ചാവല്. അന്നുള്ള ആൾ ഇവിടുന്ന് പോയി കേട്ടോ. 1950 മാർച്ച് 1 മുതൽ ഞാൻ എടച്ചേരിപ്പള്ളിയിലെ കപ്റ്റനായിട്ട് സേവനം ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ജോസഫ് ഔസേപ്പച്ചനാണ് ഇവിടെ VI. ഓലക്കെട്ടാണേലും ആദ്യം പള്ളിയായിട്ട് ഇച്ചിരി പണിതായിട്ടാണ് ആദ്യം തറ കെട്ടി. അത് കഴിഞ്ഞ് നല്ലൊരു തറയൊക്കെ കെട്ടി പണിത് 2011 ഡിസംബർ 17 വരെ. ഡിസംബർ 17 ചാർജ് വിട്ടോ ഞാൻ. കുർബാന ഇവിടെ സ്ഥിരമായിട്ട് പറഞ്ഞാൽ ഇതുവരെ ആയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ തൂക്കുഴിയിലച്ഛൻ വന്നാണ് പള്ളി പണിയാനുള്ള പദ്ധതി ഒക്കെ പ്ലാൻ ഇട്ടത്. ജോസഫ് തൂക്കുഴിയിലച്ഛൻ വന്നുകൊണ്ടിരുന്നു ഈ കാലത്ത്. പല തൈ കുടുംബക്കാരുടെ വകയായിട്ട് ഇപ്പോൾ ഉള്ള രൂപം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. പിന്നെ പള്ളി പണിതു.